അപ്പൊ ഒരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടു, അഹാന അർഹിക്കുന്ന അവസരങ്ങളും അല്ലെങ്കിൽ അതൊന്നും അവർക്ക് സിനിമയിൽ നിന്ന് മക്കള് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയില് ആ പിള്ളേരൊന്നും അല്ല. ഓ ഓ പുറത്തൊന്നും അവര് പറയണ്ടാവില്ല. പക്ഷെ എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് അറിയണമുണ്ട്. പാർവതി അഹാനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു കാലത്തും. ഓക്കെ, എല്ലാവർക്കും അതാണ് പിടിക്കാത്തത്. ചാണകം ചോട്ടെ ചാണകം മണക്കും, നീ പടം എടുത്ത്. ഹലോ ഗീസ്, വെൽക്കം, വണക്കം. വീഡിയോ തുടങ്ങുന്ന സമയത്തൊരു കാര്യം പറയട്ടെ. ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കഥയൊക്കെ പറഞ്ഞു. എന്തോരം ആൾക്കാരെ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. താങ്ക് യു സോ മച്ച്. തുടക്കം മുതലുള്ളവർക്കും ഇപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സന്തോഷം, ഭയങ്കര സന്തോഷം. അതോടൊപ്പം തന്നെ അമ്മയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ഞാനൊരു ഫോട്ടോ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് താഴെ ഒരുപാട് പേര് അമ്മയെ ഇന്നും ഓർക്കുന്നതും അമ്മയുടെ കുക്കിംഗ് വീഡിയോസൊക്കെ വേണമെന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. ഹൃദയത്തിൽ നിന്നാണ് ഒരുപാട് നന്ദി. നിങ്ങളാണ് എന്നെ ഇതുവരെ ഇവിടെ എത്തിച്ചത്. ഓക്കെ, പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വിഷയം, ഞാനൊരു പോസ്റ്റ് ഇങ്ങനെ അവിചാരിതമായിട്ട് കണ്ടതാണ്. ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് പിന്നാലെ നോക്കാം. ഇതിനകത്ത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ല. എങ്കിലും നിങ്ങളത് കേൾക്കുമ്പോൾ എന്താണ്, ഇതിപ്പോൾ അഹാന കൃഷ്ണയെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് എത്രത്തോളം ശരിയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അത് എൻ്റെ മുമ്പിൽ കണ്ട പോസ്റ്റ് ഇതാണ്. നടൻ കൃഷ്ണകുമാറിൻ്റെ മകളായ അഹാന കൃഷ്ണയെ മലയാള സിനിമയിലെ പല സംവിധായകനും ഒഴിവാക്കുന്നു. പാർവതിയെപ്പോലെ അഭിനയിക്കാൻ കഴിവുള്ള നടിയാണ് അഹാന കൃഷ്ണ. പക്ഷേ സിനിമയിൽ അവസരം കിട്ടുന്നില്ല. കാരണം അച്ഛൻ്റെ രാഷ്ട്രീയമാണോ എന്ന് എനിക്കറിയില്ല. കൃഷ്ണകുമാറിൻ്റെ സുഹൃത്ത് അപ്പ ഹാജ പറയുന്നു, നടി പാർവതി നല്ല കഴിവുള്ള നടിയാണ്, മലയാളത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല, മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്നും അപ്പ ഹാജ പറയുന്നു. അപ്പ ഹാജ പറഞ്ഞ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കമൻറ്റിൽ പറയുക എന്നാണ് ഈ സംഭവം ഉള്ളത്. നമുക്ക് ആ ഇൻ്റർവ്യൂവിലേക്ക് പോകാം. അവിടെയാണ് ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉള്ളത്. നമുക്ക് അവിടെ നോക്കാം. ഇതാണ് അഹാന കൃഷ്ണയെ എല്ലാവരും ഒഴിവാക്കുന്നു. ഓക്കെ, പാർവതിയുടെ അത്ര കഴിവൊന്നും അഹാനയ്ക്കില്ല. ഞാൻ ഇൻ്റർവ്യൂ പ്ലേ ചെയ്യാം, വെയിറ്റ് ചെയ്യൂ. പാർവതി അത്ര കഴിവൊന്നും അഹാനയ്ക്കില്ല, അത് തീരുമാനിക്കാൻ താൻ ജൂറിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. പാർവതി എവിടെ കിടക്കുന്നു, അഹാന എവിടെ കിടക്കുന്നു? രണ്ടുപേരും കട്ടിലിൽ കിടക്കും അല്ലെങ്കിൽ നിലത്ത് കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പാർവതിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് തന്നെയാണ്. ചില കാര്യങ്ങളുടെ അകത്ത് ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചില വിയോജിപ്പാണ്. നടി എന്നുള്ള ലെവലിൽ പാർവതിയൊക്കെ എന്താ ഔട്ട്സ്റ്റാൻഡിങ് ഒരു ആക്ട്രസ്സാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പാർവതിയുമായി കമ്പയർ ചെയ്യാൻ പറ്റിയ മുതൽ പാർവതി ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നു, മറ്റവൾ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നു. എന്താ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന അത്ര വലിയ മോശപ്പെട്ട പരിപാടിയാണോ? അത് അവരൊക്കെ പറ്റുന്ന പോലെ ഈ പറയുന്ന അവരെ ഇങ്ങനെ പറയുന്ന ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ? പാർവതി വെരി ടാലൻറ്റഡ്. അല്ല, ഈ അഹാന കൃഷ്ണ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. പുള്ളിക്കാരത്തിയുടെ ഷൈൻ ടോം ചാക്കോയായിട്ടുള്ള സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂക്കയ്ക്കകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്കറിയില്ല ഇനി ആക്ട്രസിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്നുള്ളത് എൻ്റെ അറിവിൽ അത്രയും അറിയില്ല. ട്രൂ, എനിക്ക് തോന്നുന്നത് സിനിമാക്കാരുടെ സ്ഥിരം വൃത്തികേടുകൾ അവരുടെ അടുത്ത് നടക്കില്ല. കൃഷ്ണകുമാർ അടിച്ച് പല്ല് പൊഴിക്കും. അത് പേടിക്കായിരിക്കും അഹാനെ വിളിക്കാത്ത. ഇത്രയും സൗന്ദര്യവും കഴിവും ഉണ്ടായിട്ടും അഹാന ഒരു കഴിവുമില്ല. അത്രയും നല്ല കുട്ടികൾ നന്നായി അഭിനയിക്കുന്നു, എത്രയോ നല്ല കുട്ടികൾ. പാർവതിയുമായി അഹാനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു കാലത്തും. ഓക്കെ, എല്ലാവർക്കും അതാണ് പിടിക്കാത്തത്. ചാണകം ചോട്ടെ ചാണകം മണക്കും, നീ പടം എടുത്ത്. എന്തിനാണ് ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത്? രാഷ്ട്രീയം മനുഷ്യൻ്റെ വ്യക്തിപരമായ ചോയ്സാണ്. അതിനൊരിക്കലും അയാളുടെ ഒരു കഴിവ് മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയൊന്നും ഒരിക്കലും സംസാരിക്കാൻ പാടുള്ള കാര്യമല്ല. ഓക്കെ, ഓരോരുത്തരുടെ അഭിപ്രായമാണ്. നീ ഒരു പടം എടുക്കട, എന്നിട്ട് അഹങ്കാരം ഒരു ഗോഡൗൺ നിറയുണ്ട്. അത് തന്നെയാണ് അവളെ ആരും വിളിക്കാത്തത്. പിന്നെ അവളും പണ്ട് വീട്ടിലെ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കാത്തതിന് പ്ലേറ്റിന് പകരം പറമ്പിൽ ഒരുപാട് ചെറിയ കുയി ഉണ്ടാക്കി അതിൽ ഇലവെച്ചു അത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന വലിയ ജന്മികളാണ്, പാരമ്പര്യമുള്ള ആളുകളാണ് അഹാന കൃഷ്ണകുമാർ. ഇപ്പോൾ അവൾ അതൊക്കെ മേലെ. ഇത് പണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പോയ മറ്റു ഡയലോഗാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല, അന്നത്തെ ആ ഡയലോഗ്. പക്ഷെ അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. അഹാനയ്ക്ക് അഭിനയം അറിയില്ല, ഈ ഉളകളൊന്നും ഇല്ലെങ്കിൽ മലയാള സിനിമ ഓടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ സിനിമാക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ജനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സിനിമ വൻ വിജയത്തിലേക്ക് എത്തുമായിരുന്നു. അത് എത്താത്തത് കൊണ്ടാണ് ആ കുട്ടി സിനിമയിൽ ഒഴിവാക്കപ്പെടുക എന്ന് മനസ്സിലാക്കാത്ത നിങ്ങളെപ്പോലുള്ളവരാണ് ബുദ്ധിമാന്മാർ. സിനിമ കാണുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു മുഖം, നടനാണെങ്കിൽ നടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സാധനം. അപ്പം 4 ദിവസത്തിന് മുമ്പേ വന്ന പോസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് അഹാന കൃഷ്ണയുടെ ആക്ടിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം? അഹാന ഒരു വലിയൊരു ഔട്ട്സ്റ്റാൻഡിങ് ആക്ട്രസ് ആണെന്നുള്ള അഭിപ്രായം എൻ്റെ കാഴ്ചപ്പാടിലില്ല. ആക്ടിങ്ങിൽ അത്ര മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഞാൻ കണ്ട സിനിമയ്ക്കകത്ത് ലൂക്കയ്ക്കകത്താണെങ്കിലും അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്കകത്താണെങ്കിലും ആ സിനിമയുടെ പേരെന്തോന്ന് ഓർമ്മയില്ല, നമ്മുടെ ഷൈൻ ടോം ചാക്കോട് ഇപ്പോൾ ഉള്ളൊരു കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ വളരെ ഇതായിട്ടൊക്കെ തന്നെ തോന്നിയിരുന്നു. എന്താണ് പുള്ളിക്കാരത്തേക്ക് കൂടുതൽ അവസരം കിട്ടാത്തതെന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഈ റീസെൻ്റായിട്ട് ഞാനൊരു കോൺട്രവേഴ്സി കണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ നമ്മളെ വർക്ക് റിലേറ്റഡ് തിരക്കായത്, അതായത്
നിമേഷ് പുള്ളിക്കാരത്തിയുടെ പാർട്ണറാവാൻ വേണ്ടിയിട്ട്, അവരുടെ ലൈഫ് പാർട്ണറാവാൻ വേണ്ടിയിട്ട് പോകുന്ന പുള്ളിക്കാരനുമായിട്ട് നമ്മുടെ എന്താ പറയുക, ആ പുള്ളിക്കാരൻ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഒരു വേറെ ലെവലിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന എന്താണ് സിനിമാറ്റോഗ്രാഫറാണ് അല്ലേ. അപ്പം ആ പുള്ളിയെ കുറിച്ചൊക്കെ എന്തൊക്കെയോ കളറിനെ കുറിച്ചോ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ കേട്ടു. ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും അപ്പാ ഹാജ പറയുന്നത് കേൾക്കാം. കൃഷ്ണകുമാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ഹൈസിലും ലോസിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കാണുമ്പോഴേ അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റ് ബിസിനസ്സുകൾ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇടവേളകളിലൊക്കെ അദ്ദേഹത്തിന് സിനിമ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ റെഗുലറായിട്ട് ഇങ്ങനെ സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ടൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ലോസ് ഉണ്ടാവുന്ന സമയത്തൊക്കെ അത് മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ അപ്പൊ ഹാജിക്ക്? നമ്മുടെ അടുത്ത് അതിന് സാമ്പത്തിക കാര്യങ്ങളൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ വൈഫ് ആക്ച്വലി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ആങ്കറാണ് പുള്ളിക്കാരൻ കേട്ടോ. സീരിയസ്ലി ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയും. കാരണം ഒരുപാട് ഇൻസ്റ്റഗ്രാമിൻ്റെ പല ഈ ആങ്കേഴ്സിനൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് വ്യക്തമായ രീതിയിൽ വിമർശനാത്മകമായിട്ട് മാന്യമായി ഇതുപോലെ ചെയ്യുന്ന ഈ ഇദ്ദേഹത്തിനെ കണ്ട് പഠിക്കുമെന്ന് ഞാൻ പലപ്പോഴും മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ആങ്കറാണ് ഇദ്ദേഹം. പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കണ്ടു. അപ്പം പുള്ളിയുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അതിനോട് അത്ര പുള്ളിക്കാരനിൽ ഞാൻ ചിന്തിച്ചതിന് അത്രയും പുള്ളി ഇപ്പോൾ അതിനകത്ത് നിലവാരം പുലർത്തിയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. വിമർശനം വളരെ മാന്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്, ഒരിക്കലും നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. അതെനിക്ക് തോന്നി പുള്ളിയുടെ ആ ഒരു ഇൻ്റർവ്യൂ മോഡ് കണ്ടപ്പോൾ തോന്നി. കാരണം ഓക്കെ പുള്ളിനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും ആ ടൈമിലൊക്കെ. അതിനുശേഷം പുള്ളിയുടെ മക്കളിപ്പം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മക്കള് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ആ പിള്ളേരൊന്നും അല്ല, അവരൊക്കെ ഭയങ്കര കാര്യവിവരമുള്ള പിള്ളേരാണ്, ഒരുപാട് ചാരിറ്റി ചെയ്യണ പിള്ളേരാണ്. പുറത്തൊന്നും അവര് പറയണ്ടാവില്ല, പക്ഷെ എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് അറിയണം മക്കളെയൊക്കെ. എല്ലാവരും ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ കിച്ചു, അതിന് കോച്ച് കിച്ചുവും സിന്ധുവും ഒക്കെ അതിനൊരു സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. 4 പെൺപിള്ളേരെ വളർത്തുന്ന അത്ര ഈസി അല്ലല്ലോ. ഈ ഒരു വിഷയം കുറച്ച് നാളിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു സ്ത്രീക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടു. അന്ന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ആ വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ കാര്യങ്ങളോട് എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആ രാഷ്ട്രീയത്തിൻ്റെ നേരെ വിരുദ്ധമായ ശൈലിയിലാണ് ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന സമയത്തും നമ്മൾ വ്യക്തികൾ, മലയാളികൾ, കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും മലയാളി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കിവിടെ ജാതി, മത, വർഗ്ഗ, വർണ്ണ മറ്റ് രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമാണ് നമ്മുടെ ബന്ധം. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കൃഷ്ണകുമാർ എന്നുള്ള നടൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇപ്പം അദ്ദേഹം സത്യം പറഞ്ഞ കൃഷ്ണകുമാർ അറിയപ്പെടുന്ന ആരൊക്കെ ഈ നിൽക്കുന്ന മക്കളെ കരുതിയിട്ടാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ ചാരിറ്റി ചെയ്യുന്ന സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളുടെ സൈഡിൽ നിന്നും ഒക്കെ അവർ ഏൺ ചെയ്യുന്ന സംഭവത്തിൻ്റെ അകത്ത് നിന്നൊക്കെ കൊടുക്കുന്ന ആൾ. പിന്നെ ഇവിടെ നിന്ന് വേറെ എന്തോ ഫണ്ടിങ് ഒരു ഓർഗനൈസേഷന് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ ആ വീഡിയോക്കകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാര്യം ആരെങ്കിലുമൊക്കെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ അല്ലപ്പോൾ ഇതിനൊരു തൊഴിലാക്കി മാറുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. മറ്റത് അവരധ്വാനിക്കുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് ഒരു കാരണവശാലും അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എത്രയോ ആൾക്കാർ ചെയ്യുന്നു. ഇപ്പോൾ അപ്പ ഹാജ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അത് വന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഈ ഒരു കുടുംബമായിട്ടുള്ള ബന്ധം പല സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പല വീഡിയോസിൻ്റെ അകത്തും പല കാര്യങ്ങൾ. അത് ഈ അഹാനയാണോ എന്നറിയത്തില്ല, അഹാനയോ ഇവരിലെ ആരൊക്കെയോ പല സമയങ്ങളിലും പല ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പ ഹാജ കുറിച്ചിട്ട്. സോ അവരുടെ ഫാമിലിയുടെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ വരുമ്പോഴേക്കും അതിനകത്തൊരു സ്ട്രോങ് പില്ലറായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അവിടെ തന്നെ മനസ്സിലാക്കാം കൃഷ്ണകുമാർ എന്നുള്ള വ്യക്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാൾ അപ്പ ഹാജയാണ്. അപ്പ ഹാജ ഒരു മതം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് മതത്തിൽ നിൽക്കുന്നു എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. രാഷ്ട്രീയമൊക്കെ ഓരോരുത്തരുടെ നിലനിൽപ്പും അവരുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വ്യക്തിബന്ധങ്ങളൊന്നും അങ്ങനെയല്ല. എനിക്ക് എത്രയോ വ്യക്തിബന്ധങ്ങൾ, വളരെ സുദൃഢമായ ബന്ധങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന എൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോട്ടുണ്ട്. എന്ന് കരുതിയിട്ട് നമ്മൾ രാഷ്ട്രീയമൊന്നും പറഞ്ഞു നടക്കാറില്ല. രാഷ്ട്രീയം നമ്മുടെ വ്യക്തിപരമായ കാര്യം, ജീവിതത്തിൻ്റെ അകത്ത് അത് വരുന്നുമില്ല. സോ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കിച്ചു തന്നെയാണ് അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാനൊക്കെ പ്രേരിപ്പിച്ചതൊക്കെ. ആ കോവിഡ് ടൈമിൽ ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാന്ന് പറഞ്ഞതൊക്കെ കിച്ചു തന്നെയാണ്. പിന്നെ സിന്ധുവിടെ സിന്ധു നല്ല സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിനകത്ത് ഞാൻ ഇവരെ അടുത്തറിയുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹം കൃഷ്ണകുമാർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അഹാനയടക്കം ഈ പറയുന്ന പെൺകുട്ടികൾ ഇത്രയും സ്ട്രോങ് ആയിട്ട്, ഇത്രയും ബോൾഡായിട്ട് ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെ ഇത്രയും മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് സിന്ധു കൃഷ്ണകുമാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് വളരെ കൂടുതലെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന് വിമർശിക്കുന്നതല്ല കേട്ടോ, അതങ്ങനെ ഞാൻ അറിഞ്ഞത്.
അവരാണ് അവരെ സ്ട്രോങ് ആക്കി മാറ്റിയത്. സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന പല കാര്യങ്ങളിനകത്തും അതുമല്ല ഇങ്ങനെ കൂടുതൽ മറ്റുള്ളവർ പല ആൾക്കാരും പറയില്ല ഇതെന്ത് വേഷം മറ്റത് മറിച്ച് ആ സമയത്തും അതൊന്നും അവർ പിള്ളേരെ ബാധിക്കാത്ത രീതിയിൽ അവരത്രയും മൈൻഡിനെ ബോൾഡാക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടുള്ള ഈ ഒരു സ്ത്രീ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മ. യൂട്യൂബ് ചാനലുകളും ഉണ്ട് ആ കുടുംബത്തിലെ എല്ലാവർക്കും. കാണാറുണ്ടോ അതൊക്കെ? അന്ന് റിലീസ് ആണെങ്കിലും എത്ര ലക്ഷം പേരാ കാണുന്നത്. ഇപ്പൊ ദിയക്ക് കുട്ടിയുണ്ടായ എപ്പിസോഡൊക്കെ മില്യൺസ് ആണ് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വളർച്ചയുണ്ടല്ലോ. ആ 4 കുട്ടികളും ഇന്നിപ്പം കേരളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. അവർ പിള്ളേർ നല്ല സ്മാർട്ട് പിള്ളേരാണ്, അവർ ജീവിക്കാൻ പഠിച്ച പിള്ളേരാണ്, ഹെൽപ്പ് ചെയ്യാൻ പഠിച്ച പിള്ളേരാണ്, ഫാദറിനെ മകനെ സപ്പോർട്ട് ചെയ്യാൻ പഠിച്ച പിള്ളേരാണ്. ഈ അവരെന്താ ചെയ്യാ എന്നെ ഹാജാമാമൻ എന്ന് വിളിക്കണം, ഹാജാമാമൻ എന്ന് വിളിക്കണേ, ഹാജാമാമൻ. അവര് മാത്രമേ ഈ മാമൻ തമിഴ്നാട്ടിലെ ഭാഷാ പ്രയോഗം പ്രകാരമാണ് മാമൻ എന്ന് പറയുന്നത് ഈ ഇതാണ് അമ്മയുടെ സഹോദരൻ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പയ്യൻ എന്നുള്ള രീതിയിൽ. നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ഞങ്ങളുടെ ഈ തിരുവനന്തപുരം മേഖലയ്ക്കകത്ത് എന്ന് പറയുമ്പോഴേക്കും മാമൻ എന്ന് പറയുന്നത് അമ്മയുടെ സഹോദരൻ തന്നെയാണ് മാമൻ എന്നുള്ള രീതിയിൽ. ഇനി വേറൊരു അർത്ഥം കൂടെ ഉണ്ട് മാമൻ എന്ന് പറയുന്നത്. അത് ചില ആൾക്കാർ പരിഹസിക്കാറുണ്ട്, മാമനോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെ ചില സമയങ്ങളിലൊക്കെ പരിഹസിക്കാറുണ്ട്. പക്ഷേ ആ സംഭവം ഇതാണ് കേട്ടോ, സഹോദരൻ അതായത് അമ്മയുടെ സഹോദരനെ പോലെ, അഥവാ ഒരു അമ്മാവൻ മാതുലൻ അങ്ങനെ തന്നെ വിളിക്കണം. അതുകൊണ്ട് ഭയങ്കര സന്തോഷം, കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ്, മനസ്സറിഞ്ഞ് വിളിക്കണം കേട്ടോ അവര്. ഇതിൽ ആരോടാ ഏറ്റവും അധികം അടുപ്പം, ഏറ്റവും അധികം ഫ്രണ്ട്ഷിപ്പ് ആരോടാ? അല്ലാതെ അമ്മു നമ്മൾ ചെറുപ്പം മുതൽ കാണണല്ലേ, അമ്മു ഓസിയാണ് നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നവർ. മറ്റവര് വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മളൊക്കെ ജീവിതത്തിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടമായി. മറ്റേത് ഞങ്ങൾ എന്നും കാണുന്ന ആൾക്കാരായിരുന്നു, ഞാനും കിച്ചുവും സിന്ധുവും ഈ 2 പിള്ളേർ. കൂടുതൽ അമ്മു കുട്ടിയാണ് കൂടുതൽ അടുപ്പം എന്നോടും. ഓസിയും ഓസിയൊക്കെ ഇപ്പൊ ഭയങ്കര ബിസിയായി. അതെ 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 അതെ. അപ്പൊ അഹാനൊക്കെ ആയാലും ശരി, അപ്പൊ അഹാന വളരെയധികം ടാലന്റ് ആയിട്ട് ഒരാളായിട്ട് തോന്നിയിട്ടില്ല. അവര് അഭിനയിക്കും, അവര് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അവര് ഡയറക്ഷൻ ചെയ്യും, സ്വന്തമായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യും. എഡിറ്റിംഗ് ഒരു രക്ഷയില്ല. അതെ അതെ, അത്രയും അത് പഠിച്ചിട്ടുണ്ടോ? അതെ അതെ, അത് കുത്തിയിരുന്ന് പഠിക്കുകയാണ്. യൂട്യൂബ് നോക്കിയിട്ട് തന്നെ അവര് ഡിഗ്രി എന്തോ അങ്ങനത്തെ എന്തോ വിഷൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ പുതിയ എഡിറ്റിംഗ് ഹാക്സ് ഒക്കെ അവർ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ട് അത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടു, അഹാന അർഹിക്കുന്ന അവസരങ്ങളും അല്ലെങ്കിൽ അതൊന്നും അവർക്ക് സിനിമയിൽ നിന്ന് കിട്ടും. ഇവിടെയാണ് ആ ഒരു സംഭവം കിടക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടാ, നമ്മൾ നേരത്തെ വന്ന വീഡിയോയുടെ പ്രധാനപ്പെട്ട ഘടകം ഇവിടെയാണ് ഉള്ളത്. ശരിക്കും അവർ ഇനി യൂസ് ചെയ്യാൻ അടി എന്നൊക്കെ പറഞ്ഞ പടത്തില് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലേ? വേറെ 2-3 പടത്തിലൊക്കെ ലൂക്കയിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാറുണ്ടോ മോളെ നീ ശരിക്കും ഗംഭീരമായിട്ടുള്ള ആക്ടറാണ്, നിനക്ക് ഇനി അവസരങ്ങൾ വരും, അങ്ങനെ കോൺഫിഡൻസ് കൊടുക്കാറുണ്ടോ? അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. സിനിമയെ പറ്റി സംസാരിക്കാറില്ല മിക്കവാറും, നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ സംസാരിക്കാറ്. ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ സിനിമയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഞങ്ങളുടെ വേറെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ, സിനിമയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. അവരോട് ചോദിച്ചോ ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ടാന്ന്. അല്ല അത് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഇപ്പൊ അവര് പറയുന്ന കഥകളിലായാലും ശരി, അല്ലെങ്കിൽ അപ്പൊ എന്നുള്ള പേര് വരുമ്പോഴൊന്നും അവിടെ ഒന്നും സിനിമ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഹാപ്പനിങ്സോ ഒക്കെ ഉണ്ടാവുള്ളൂ. സിനിമയും ഇതൊക്കെ അവര് നമ്മളെക്കാട്ടിയും കൂടുതൽ അവര് അഡ്വാൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ അവരെടുത്ത് ഇവിടെ ഞാൻ ഈ കണ്ട വീഡിയോയുടെ അകത്ത് ഈ സംഭവം ഇല്ല. ഇനി 2 പാർട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. അത് വളരെ വലിയ വീഡിയോ ആണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ അരമണിക്കൂറിൻ്റെ അകത്ത് കുത്തിയിരുന്ന് കണ്ടതിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം ഇല്ല. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അവസരങ്ങൾ ഈ അഹാനയ്ക്ക് കുറയുന്നത് എന്തെങ്കിലും മാറ്റി നിർത്തലായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു തോന്നിയിട്ടുണ്ടോ? അതോ സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ്? മലയാള സിനിമയ്ക്കകത്ത് ഒരുപാട് നല്ല നല്ല ഗംഭീര ആക്ടർമാർ വന്നിട്ടുണ്ട് പല കാലഘട്ടത്തിൽ, പിന്നെ നമ്മൾ അവരെ കാണാറുകൂടിയില്ല. ചില നെപ്പോ കിഡ്സ് ചില സമയങ്ങളിലൊക്കെ വളർന്നു കയറാറുണ്ട്, അവർക്ക് വീണ്ടും സപ്പോർട്ട് കിട്ടാറുമുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആൾക്കാർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് നെപ്പോ കിഡാണോ എന്നുള്ളത് അല്ല. ഈ അഹാനയുടെ വിഷയത്തിൻ്റെ അകത്താണെങ്കിൽ അഹാന, ഞാൻ പറഞ്ഞല്ലോ, അഹാന ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്ട്രാ ഓർഡിനറി ഒരു ആക്ട്രസ് ആണെന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഞാൻ കണ്ട പോസ്റ്റിൻ്റെ അകത്ത് പാർവതിയായിട്ടാണ് അഹാനെ കമ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതുപോലെ ചോദിച്ചത്. അതൊരു ഇതായിട്ട് തോന്നിയില്ല. അത് ഇദ്ദേഹം പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് ഈ ഒരു വീഡിയോക്കകത്ത് കാണുന്നില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല, ചിലപ്പം മേ ബി ഉണ്ടാവാം. ഇനി ആങ്കറിനെ കുറിച്ച് പറഞ്ഞ കാര്യം, എന്താ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടെ വാല്യൂ ആകാമായിരുന്നു എന്ന് സംഭവം. കാരണം പുള്ളിയുടെ ചോദ്യങ്ങൾ എന്താണ് പുള്ളിക്ക് അറിയില്ല. പുള്ളി വളരെ നല്ലൊരു ആങ്കറാണ്, പുള്ളിക്കാരൻ്റെ ചോദ്യവും ഒരു വല്ലാത്ത ടൈപ്പ്. അപ്പോൾ വിഷയം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അപ്പാഹാജ, നമ്മുടെ അഹാന കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് അദ്ദേഹം പറയുന്നതാണ്.
ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടോ, അതോടൊപ്പം തന്നെ നമ്മുടെ പാർവതിയെ പോലെ മാറ്റി നിർത്തുന്ന സാഹചര്യം, പാർവതിയെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിനകത്താണ് വ്യക്തമായ ചില റീസൺസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അത് അറിയാം, നമുക്കവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ അഹാന അതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടിട്ട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളൊരു കാര്യം എവിടെയും ഞാൻ കേട്ടിട്ടുമില്ല. ചിലപ്പോൾ അവസരം കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വരുന്ന ക്യാരക്ടേഴ്സിനെ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നു വളരെ അടുത്ത് അറിയുന്നതുകൊണ്ട് ആ പിള്ളേരെല്ലാം ജീവിക്കാൻ പഠിച്ച പിള്ളേരാണെന്ന് പറയുന്നു. എന്നാൽ സോഷ്യൽ മീഡിയക്കകത്ത് പല സ്ഥലങ്ങളിലും ഇവരെക്കുറിച്ചുള്ള ഹെയ്റ്റ് ഇത് മറ്റേ യൂട്യൂബ് കടന്ന് കാണിക്കുന്നില്ല. യൂട്യൂബിൽ കടന്ന് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന വരുമാനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ണ് തള്ളിക്കുന്ന വരുമാനം അങ്ങനെ പറയുന്നവരടുത്ത്. ഒരാൾ കഴിവുകൊണ്ട് അവരുടെ ടാലൻറ്റ് കൊണ്ട് അവരുടെ കഷ്ടപ്പാട് കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാതെ ഇതുപോലെ തരത്തിലേക്ക് കഴിവുകൊണ്ട് ഉയർന്നു വരുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. സോ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അഹാനയുടെ ആക്ടിങ്ങിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മലയാള സിനിമയിൽ നിന്ന് അഹാനെ മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.